തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നതോടെ മാള സർവീസ് സഹകരണ ബാങ്കിനെ തള്ളി കോൺഗ്രസ് നേതൃത്വം. ക്രമക്കേട് നടത്തിയത് ചില വ്യക്തികളാണ്. പാർട്ടി ഘടകങ്ങൾക്ക് സഹകരണ ബാങ്കിൽ നിയന്ത്രണമില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന മാള സഹകരണ ബാങ്കിനെതിരെ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് കൈയൊഴിയൽ. പാർട്ടിയെ അനുസരിക്കുന്നവരല്ല ഭരണസമിതി അംഗങ്ങൾ. ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്നവരുടെ വ്യക്തി താൽപ്പര്യങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. മാള സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി A അഷറഫ് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയുടെ ഘടകം എന്ന് പറയുന്നത് ബ്ലോക്ക് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയുമാണ്. ഈ കമ്മിറ്റികൾക്കൊന്നും ഈ പറയുന്ന ഭരണസമിതിയിൽ യാതൊരു നിയന്ത്രണവുമില്ല. പാർട്ടിയെ ഒരു വിധത്തിലും അനുസരിക്കുന്നവരുമല്ല ഭരണസമിതി അംഗങ്ങൾ. ഭരണസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ ചില വ്യക്തി താല്പര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. ഇത് കൃത്യമായിട്ട് ജോയിന്റ് രജിസ്ട്രാറുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പാർട്ടിയുടെ ഒരു 9 അംഗ ഒരു സമിതി രൂപീകരിക്കുകയും ആ 9 അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടി ഒരു 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 തീരുമാനത്തിന് വിധേയമായിട്ട് ഉന്നതമായ സ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാരെങ്കിലുമൊക്കെ ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ അത് അവരുടെ പേരിൽ തക്കതായ നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണസമിതിക്കെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണവും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രഖ്യാപിച്ചു. ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പഠിക്കാനും ഭരണസമിതിയുടെ വീഴ്ചകൾ വിലയിരുത്താനും 9 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് CPMന് തിരിച്ചടിയായ പോലെ മാളയിലെ തട്ടിപ്പ് കോൺഗ്രസിന് തലവേദനയാകുമോ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. ജനം, തൃശൂർ.